ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് പണം സമ്പാദിക്കാം, ലോട്ടറി അടിച്ചു, ഇൻസ്റ്റൻറ്റ് ലോൺ ഇങ്ങനെയുള്ള ഫോൺ കോൾ നിങ്ങൾക്ക് വരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം പുതിയതായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഒക്കെ ജഡ്ജിയിൽ നിന്നും മറ്റിടത്തുനിന്നും ഒക്കെ കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഒരു ഫോൺ ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് തന്നെ കോളർ ട്യൂൺ പോലെ ഈ ചെയ്യുന്ന 1930 വിളിച്ച് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വരികയുണ്ടായി. ഒരു പിക്ചർ വെച്ചിട്ട് എനിക്ക് ഒരു മെസ്സേജ് വരികയുണ്ടായി. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പണം സമ്പാദിക്കാം, 2500 രൂപ മുതൽ 5000 രൂപ വരെ സമ്പാദിക്കാം എന്ന് പറഞ്ഞിട്ടൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് അങ്ങോട്ട് തിരിച്ചു വിളിച്ചു നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഫോൺ എടുക്കുകയും അദ്ദേഹത്തിന് വ്യക്തിക്ക് ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് അറിയില്ല, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ടാണോ ആരാണെന്ന് ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സേജ് വന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പിന്നെ ഇങ്ങനെ ഞാൻ മെസ്സേജ് അയക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ തെറ്റാണോ അതോ ഈ നമ്പർ ഉപയോഗിച്ച് വേറെ ആരെങ്കിലും മെസ്സേജ് അയക്കുന്നതാണോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊരു മെസ്സേജ് വന്നതിന് ശേഷം ഞാൻ 1930 വിളിച്ച് ഇത് കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് വിളിച്ച സമയത്ത് ഈ ഡയറക്ടറിയൊക്കെ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ തിരക്കിലാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കൊണ്ട് ഗുണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഈ അനുഭവങ്ങൾ ഉണ്ടെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അപകടത്തിൻ്റെ സമയത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് ഈ ഒരു മെസ്സേജ് എന്താ പറയുക അതിന് ശേഷം മാത്രമാണ് നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തികളിലേക്ക് ഈ ഫോൺ കോൾ റിങ് അടിയുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം മാത്രം എന്താ പറയുക പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് വീണ്ടും ഈ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്പർ എന്താ പറയുക ബിസിയാണ്, നമ്പറിലേക്ക് വിളിക്കുന്ന 1930 വിളിക്കുന്ന സമയത്ത് ബിസിയാണ്. പിന്നെ ഈ മെസ്സേജും വരുന്നുണ്ട്. ഈ മെസ്സേജ് വരുന്നതുകൊണ്ട് എന്താ ഗുണം എന്താ, സാധാരണപ്പെട്ട ആൾക്കാർ കംപ്ലയിൻറ്റ് കൊടുക്കാനല്ല ഈ നമ്പറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കണ്ടേ ഈ നമ്പർ. മെസ്സേജും അതുപോലെ തന്നെ മെസ്സേജ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ചില ആൾക്കാർക്ക് ഗുണം കിട്ടും, ചില ആൾക്കാർക്ക് അത് ദോഷകരമായി ബാധിക്കുന്നില്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ അഭിപ്രായം, തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായോ എന്നുള്ളത്. ഓക്കെ.